രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. അരുൺകുമാർ, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര. ഇതാ രാഹുലിന്റെ തത്സമയ ദൃശ്യങ്ങൾ. രാഹുൽ ഇതാ പാലക്കാട് നഗരത്തിൽ ഒരു ചായക്കടയിൽ കയറിയിരിക്കുകയാണ്. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. ചായ കുടിക്കാനായി കയറിയിരിക്കുകയാണ്. വോട്ട് ചെയ്ത ശേഷം രാഹുൽ ഇതാ നഗരത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയ, സുഗതനൊരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു, സുഗതനൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഞാൻ പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ നല്ലവനാക്കിയത് ഈ ഫാദറാണ്. രാഹുൽ ഒളിവിലായിരുന്നു എന്നാണല്ലോ 15 ദിവസമായിട്ട് ഒളിവിലായിരുന്നു. പിന്നെ പറയാം. എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു. എന്നെ ആരും ഇവിടെ തല്ലാനൊന്നും പോണില്ല. പൂർണ്ണമായി പിന്തള്ളാണ് ഈ പരാതി വരുന്ന കേസ്. എന്താണ് ഭീകരനാണവൻ, ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. അപ്പൊ ഇനി തിരിച്ചെന്താണ് പരിപാടി? എന്താണ്? ഇപ്പൊ ഒരു ചായ കുടിക്കണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കും. ഇനി ഇവിടെ പാലക്കാട് തന്നെ ഉണ്ടാവോ അതോ ഇവിടെ നിന്ന് പോവോ, വീണ്ടും ഒളിവിലേക്ക് പോവോ? തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചൂലേ, ഇവിടെ തന്നെ ഉണ്ടാവോ, പാലക്കാട് തന്നെ ഉണ്ടാവോ? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് അറിയില്ലല്ലോ. കാരണം എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്ര ദിവസം ഒളിവിലായിരുന്നോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. സമയമുണ്ടല്ലോ, വെറുതെ ഇല്ലല്ലോ. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.